നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഷ്യൻ വിപണികളിൽ റബ്ബർ തളർച്ചയോടെയാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. മുൻനിര ഉൽപ്പാദന രാജ്യങ്ങളിൽ ലാറ്റക്സ് ലഭ്യത ഉയർന്ന വിവരം ജപ്പാൻ, സിംഗപ്പൂർ, ചൈനീസ് അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ റബ്ബറിനെ സമ്മർദ്ദത്തിലാക്കി. ജപ്പാൻ ഒസാക്കയിൽ ഇന്നലെ കിലോ 425 യെന്നിൽ നിലകൊണ്ട റബ്ബർ ഇന്ന് 414 താഴ്ന്നു. ബാങ്കോക്കിൽ കിൻഡലിന് 28,133 രൂപയിൽ നിന്നും 27,796 ഇടിഞ്ഞു. വിദേശത്ത് നിന്നുള്ള പ്രതികൂല വാർത്തകൾക്കിടയിൽ കൊച്ചിയിൽ 4ാം ഗ്രേഡിന് 300 രൂപ കുറഞ്ഞു 28,000 രൂപയായി. എങ്കിലും വൈകുന്നേരമായപ്പോൾ റബ്ബർ ബോർഡ് വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. ലാറ്റക്സ് ക്ഷാമത്തെ തുടർന്ന് 300 രൂപ വർദ്ധിച്ച് 18,300 ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രസീലും ഇന്തോനേഷ്യയും പുതിയ കുരുമുളക് വാഗ്ദാനം ചെയ്തതോടെ യൂറോപ്യൻ ബയ്യർമാർ രംഗത്ത് നിന്നും അല്പം പിൻവലിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇരു രാജ്യങ്ങളിലും ഉൽപ്പാദനത്തെ ഏതുവിധം ബാധിച്ചുവെന്ന് നിരീക്ഷിക്കുകയാണ് ഇറക്കുമതിക്കാർ. വിയറ്റ്നാമിൽ വിൽപ്പനക്കാർ കുറഞ്ഞതിനാൽ ഉൽപ്പന്ന വില രാജ്യാന്തര മാർക്കറ്റിൽ താൽക്കാലികമായി നേരിയ റേഞ്ചിൽ നീങ്ങാം. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 100 രൂപ കുറഞ്ഞു 69,900 രൂപയായി. വെളിച്ചെണ്ണ വിപണി ചൂടുപിടിക്കുന്നു. മൊത്ത മാർക്കറ്റുകളിൽ ഇടപാടുകളുടെ വ്യാപ്തി കുറവാണെങ്കിലും ഉത്സവകാല ഡിമാൻഡ് മുൻനിർത്തി മില്ലുകാർ കൊച്ചിയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ നിരക്ക് ഉയർത്തി. അതേസമയം 4 ദിവസമായി തമിഴ്നാട്ടിൽ എണ്ണ സ്റ്റഡി നിലവാരത്തിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ദിവസേനയുള്ള വിപണി വിശേഷങ്ങൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.